ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അനൂപിനെ കാണാനെത്തിയ അവന്തിക അർച്ചനയോട് പറഞ്ഞ വാക്കുകൾ കേട്ട് തക്കതായ മറുപടി കൊടുത്ത് അച്ഛൻ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ദയാനന്ദ മാഷ് ആകെ നാണം കിട്ടി നിൽക്കുന്ന അവന്തികയെ നോക്കി പറഞ്ഞു. അനൂപിനെ കണ്ടതിന്റെ വിഷമത്തിൽ അവൾ അങ്ങനെ പറഞ്ഞതാണ്. അവന്തിക അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. അത് കേട്ടതും നന്ദൻ പറഞ്ഞു, എന്നാ ശരി മാഷെ, ഞങ്ങൾ ഇറങ്ങട്ടെ. അനൂപിനെ റൂമിലേക്ക് മാറ്റിയതിനു ശേഷം ഞാൻ വരാം. എന്നാ ഞങ്ങളിപ്പോ പോട്ടെ എന്ന് പറഞ്ഞ് നന്ദൻ യാത്ര പറഞ്ഞിറങ്ങുന്നു. അവധികയും കൂടെ വിളിച്ചുകൊണ്ട് നന്ദൻ മുന്നോട്ട് നീങ്ങി കഴിയുമ്പോൾ ദയാനന്ദ മാഷിന്റെയും കമലെടുത്തിന്റെ അരികിൽ നിന്ന് മാറിയ നിമിഷത്തിൽ നന്ദൻ അവന്തികയോട് ദേഷ്യത്തോടെ ചോദിച്ചു, നിന്നോടാരാ ഇതിനിടയ്ക്ക് പണത്തിന്റെ കാര്യം പറയാൻ പറഞ്ഞത്? ഇത് കേട്ടതും അവന്തിക പറഞ്ഞു, അതിപ്പോ ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. അവർക്ക് എന്തെങ്കിലും പണത്തിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളോട് പറയാൻ മടിക്കരുതെന്നല്ലേ പറഞ്ഞോളൂ. അതിലിപ്പോ എന്താ എത്ര വലിയ തെറ്റുള്ളത് എന്ന് അവന്തിക അന്വേഷിച്ചതും നന്ദൻ പറഞ്ഞു, അത് തന്നെയാ നിന്റെ കുഴപ്പവും. നിന്നോട് ആവശ്യമില്ലാത്ത കാര്യം പറയാൻ എന്താ ആരാ പറഞ്ഞത്? അതിനിപ്പോ ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ. പണത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണമെന്നല്ലേ പറഞ്ഞുള്ളൂ. ഇന്നത്തെ കാലത്ത് ഒരു സഹായം ചെയ്യാൻ പറ്റില്ലേ എന്ന് അവന്തിക ചോദിക്കുമ്പോ നന്ദൻ പറഞ്ഞു, എന്നാ നീ തൽക്കാലം സഹായം ഒന്നും ചെയ്യണ്ട. നിന്റെ കയ്യിലുള്ളതിനേക്കാൾ ഏറെ പണം സച്ചിയുടെയും സന്ദീപിന്റെയും കയ്യിലുണ്ട്. അല്ലെങ്കിലും നാക്കിനെല്ലില്ല എന്നതിന് ഏക ഉദാഹരണം നീ തന്നെയാണ് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നന്ദൻ അവിടെ നിന്ന് പോകുന്നു. നന്ദൻ പോയി കഴിയുമ്പോഴേക്കും അരികിൽ നിന്ന ധനുഷ് അവന്തികയുടെ അരികിലേക്ക് എത്തി പറഞ്ഞു, അല്ലെങ്കിലും അർച്ചന എന്തെങ്കിലും പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്ന് മറുപടിയും വാങ്ങിച്ച് പിന്നീട് അവൾക്ക് കൈയടി വാങ്ങിച്ചു കൊടുക്കുന്ന നിന്റെ ഈ സ്വഭാവവും ഈ പെരുമാറ്റവും നിർത്തണം. ഇത് പലപ്പോഴായി ഇത് ആവർത്തിക്കുന്നു എന്ന് ധനുഷ് അവന്തികയെ നോക്കി പറഞ്ഞിട്ട് ധനുഷ് അവിടെ നിന്ന് പോകുമ്പോൾ തന്റെ ഈ സംസാരത്തിൽ എന്തോ പ്രശ്നമുണ്ടായെന്നുള്ള കാര്യം മനസ്സിലാക്കി അവന്തിക ആകെ തലകുനിച്ചു നിന്നു. പിന്നീട് ആതിരയുടെ അരികിലേക്ക് എത്തിയ സന്ദീപിനോട് ആതിര സങ്കടത്തോടെ അനൂപേട്ടനെ കുറിച്ച് അന്വേഷിച്ചു. അനൂപിന്റെ വിവരങ്ങളൊക്കെ അറിഞ്ഞ് ആകെ വിഷമിച്ച് സങ്കടപ്പെട്ടുകൊണ്ട് ആതിര അങ്ങനെ ഇരിക്കുമ്പോൾ സന്ദീപ് പറഞ്ഞു, എടോ താനിങ്ങനെ വിഷമിക്കാതെ, അനൂപേട്ടന്റെ സർജറിയൊക്കെ കഴിഞ്ഞു. കുറച്ചുനാൾ റെസ്റ്റ് എടുക്കേണ്ടി വരും, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. താനിങ്ങനെ ഈ സമയത്ത് ഇതുപോലെ ഒന്ന് വിഷമിച്ചാൽ അത് കൂടുതൽ പ്രശ്നമാകും. താൻ ഒന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞതും സന്ദീപിന്റെ വാക്ക് കേട്ടിട്ടും സമാധാനത്തോടെ ഇരിക്കാൻ കഴിയാതെ വീണ്ടും ആതിര കരയുന്നത് കണ്ട് സന്ദീപ് പറഞ്ഞു, എടോ ഞാൻ അന്നേരം പറഞ്ഞതാ അനൂപേട്ടനോട് എന്റെ കാർ എടുത്തോണ്ട് പോകാൻ. പക്ഷേ അത് ചെയ്തില്ല. അല്ല, ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ അങ്ങനെ ചെയ്താൽ നടക്കില്ലായിരുന്നല്ലോ. ഓരോന്നിനും അതിൻ്റെതായ സമയമുള്ളത് എന്ന് പറയുന്ന പോലെ ഇതൊക്കെ നടക്കേണ്ടതായിരുന്നിരിക്കണം എന്ന് പറഞ്ഞ് സന്ദീപ് ആകെ വിഷമത്തോടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടേക്ക് അർച്ചന എത്തിയത്. അർച്ചനയെ കണ്ടതും സന്ദീപ് വേഗം എഴുന്നേറ്റ് പറഞ്ഞു, എടുത്തി എങ്കിലും ഇവളോടൊന്ന് പറ, ഇങ്ങനെ സങ്കടപ്പെടരുതെന്ന്. ഇവള് ഇതുപോലെ ടെൻഷൻ ആവുകയും സങ്കടപ്പെടുകയും ചെയ്താൽ എന്താ അവസ്ഥയെന്ന് എടുത്തൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ഞാൻ ഇത്രയും നേരം ഇവളോട് പറഞ്ഞിട്ടോ ഇവൾ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ അർച്ചന ആദ്യയുടെ അരികിൽ ഇരുന്നിട്ട് പറഞ്ഞു, മോളെ നീ ഒന്ന് പറയുന്ന കേൾക്ക്. നീ ഇങ്ങനെ സങ്കടപ്പെടാതെ. അനുപേട്ടന് കുഴപ്പമൊന്നും തന്നെ ഇല്ല. അപ്പോഴേക്കും സച്ചി അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, അതെ ആതിരെ, അനുപേട്ടനെ ഇപ്പോ മീരടത്തിയും അച്ഛനും കയറി കണ്ടിട്ട് വരികയാണ്, സംസാരിക്കുകയും ചെയ്തു. ഇനി അതൊന്നും ഓർത്ത് മോൾ വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് സച്ചി അർച്ചനയും ആതിരയെ സമാധാനപ്പെടുത്തുന്നു. അതിനുശേഷം അർച്ചന പറഞ്ഞു, മോളെ ഓരോന്നും സംഭവിക്കുന്നതിന് അതിൻ്റെതായ സമയമുണ്ടെന്ന് പറയുന്ന പോലെ ഇപ്പോൾ നീ ഇങ്ങനെ ആവശ്യമില്ലാതെ ടെൻഷൻ ആവാതെ. അത് മോൾക്കറിയാവില്ലേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അതുകൊണ്ട് തന്നെ മോള് സമാധാനത്തോടെ ഇരിക്കണം. മോൾ ഇനിയും ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ കുഞ്ഞിനാണ് ആപത്ത് എന്ന് പറഞ്ഞ് അർച്ചന ആതിരയെ പറഞ്ഞ് സമാധാനപ്പെടുത്തി. അപ്പോഴേക്കും സച്ചി അർച്ചനയോട് പറഞ്ഞു, അർച്ചനെ ഞാനെന്നാ ഇറങ്ങട്ടെ, ഓഫീസിൽ അത്യാവശ്യമായിട്ടൊന്ന് പോകണം. തിരിച്ചു വരുമ്പോൾ തന്നെയും കൂട്ടിക്കൊണ്ട് ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞതും ശരിയെന്ന് പറഞ്ഞ് എല്ലാവരുടെയും യാത്ര പറഞ്ഞ് സച്ചി ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അർച്ചന പിന്നാലെ ചെന്നു സച്ചിയേട്ടാ എന്ന് വിളിച്ചതും സച്ചി ബന്ധിച്ച് നോക്കിയപ്പോൾ അർച്ചന പറഞ്ഞു, സച്ചിയേട്ടാ ഓഫീസിലേക്ക് പോകുമ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വഴി ക്രോസ് ചെയ്യുമ്പോഴും ഒക്കെ ശരിക്കും സച്ചിയേട്ടനൊന്ന് സൂക്ഷിക്കണം. അത് കേട്ടതും സച്ചി ചോദിച്ചു, എന്താടോ താനെന്താ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അർച്ചന പറഞ്ഞു, അല്ല സച്ചിയേട്ടാ, എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നു. അതുകൊണ്ടാ ഇപ്പോൾ നമുക്ക് ആകെ കഷ്ടകാല, അതുകൊണ്ട് പറഞ്ഞതാ. നമ്മുടെ കൂടെയുള്ളവർക്കും എല്ലാം ആകെ കഷ്ടകാലം പിടിച്ച സമയമാണ്. അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കണം സച്ചിയേട്ടൻ, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു, ശരിടോ, എന്നാ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് സച്ചി അർച്ചനയോട് യാത്ര പറഞ്ഞ് പോകുന്നു. അർച്ചന ആകെ വിഷമത്തോടെ സച്ചിയെ തന്നെ നോക്കിയിരുന്നു. പിന്നീട് കാണുന്നത് വൈകിട്ട് നെല്ലിശ്ശേരിയിലെത്തിയ ശശിയും അർച്ചനയും ചില കാര്യങ്ങൾ തീരുമാനമെടുത്ത് സേതുമാധവനോടൊപ്പം ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ സേതുമാധവന് ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോൾ അർച്ചനയും ശശിയും കൂടി അരികിൽ നിന്നു. ഈ സമയത്ത് സേതുമാധവൻ അർച്ചനയോട് ആശുപത്രിയിലെ വിശേഷങ്ങളെ കുറിച്ചൊക്കെ ചോദിച്ചു. അവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ
ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല അച്ഛാ എന്ന് അർച്ചന മറുപടി നൽകി. അപ്പോഴേക്കും അർച്ചനയെ ശശി ഒന്ന് നോക്കി. എന്നിട്ട് അവർ രണ്ടുപേരും തമ്മിൽ സംസാരിക്കാൻ തീരുമാനിച്ച കാര്യങ്ങൾ പറയുന്നതിനെക്കുറിച്ച് പരസ്പരം കണ്ണിലേക്ക് നോക്കി. അപ്പോഴേക്കും അർച്ചനയ്ക്ക് അത് പറയാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അതിനിടയിൽ സച്ചിയോട് സേതുമാധവൻ പറഞ്ഞു, മോനെ നീ ഇനി എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ പോകണം. അവിടെ എന്ത് ആവശ്യമുണ്ടെങ്കിലും അതിലെല്ലാത്തിനും കൂടെ നിൽക്കണം കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ശരിയച്ചാ എന്ന് സച്ചിയെ മറുപടി നൽകി. അപ്പോഴേക്കും എല്ലാവരും ആകെ ടെൻഷനിലാണ്. ഇപ്പോൾ ഇങ്ങനൊരു അവസ്ഥയുണ്ടായില്ലേ, എന്തായാലും അനൂപിൻ്റെ ഈ അപകടവും ഒക്കെ കൂടി എല്ലാവർക്കും വല്ലാത്ത വിഷമമായി കാണുമല്ലേ എന്നൊക്കെ സേതുമാധവൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അർച്ചന പറഞ്ഞു, അച്ഛാ അച്ഛനോട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, അച്ഛനോട് കാര്യം പറഞ്ഞാലോ എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു ഞാൻ എന്ന് പറഞ്ഞതും സേതുമാധവൻ ചോദിച്ചു, എന്താ മോളെ, എന്താ നീ പറയാൻ വന്നത്? അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, അത് പിന്നെ വേറൊന്നുമല്ല അച്ഛാ, ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥയിൽ സ്നേഹയുടെയും ധനുഷിൻ്റെയും വിവാഹം ഇത്ര പെട്ടെന്ന് നടത്തുന്നത് ശരിയാണോ അച്ഛാ? അത് നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞ് നടത്തിയാൽ പോരെ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും സേതുമാധവൻ അർച്ചനെ നോക്കിയതും അർച്ചന പറഞ്ഞു, സന്ദീപിന് ഇതിൽ വല്ലാത്ത വിഷമമുണ്ട്. ഈ വിവാഹത്തിൽ അവൻ ഈ ഒരു സാഹചര്യത്തിൽ പങ്കെടുക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് അവൻ വല്ലാത്ത സങ്കടത്തിലാണ് അച്ഛാ എന്ന് പറഞ്ഞപ്പോൾ സേതുമാധവൻ പറഞ്ഞു, മോളെ നീ പറഞ്ഞ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനും അതിനെക്കുറിച്ച് ആലോചിച്ചതാണ്. എൻ്റെ മക്കളുടെ മാനസികാവസ്ഥയും അവരുടെ സങ്കടവും എനിക്കും മനസ്സിലായല്ലോ. ഞാനിതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇങ്ങനെ വിവാഹത്തെ മാറ്റിവെക്കുന്നതിനെക്കുറിച്ച് ഞാനൊന്ന് ആലോചിക്കട്ടെ. പിന്നെ വേറൊന്നുമല്ല, ധനുഷിൻ്റെ വീട്ടുകാർക്കും ഇതിനോട് താല്പര്യം വേണ്ടേ? നമ്മൾ ഇതിന് കാരണങ്ങൾ പറയുമ്പോൾ സന്ദീപിനും ആതിരയ്ക്കും ഇതിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ള കാരണം പറയുമ്പോൾ അവർക്ക് കൂടി ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ അവർ ചിന്തിച്ചെടുക്കേണ്ടി വരില്ലേ? വേറൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ ദിവസം ധനുഷിൻ്റെ അച്ഛൻ എന്നെ വിളിച്ചിരുന്നു. അയാൾ പറഞ്ഞത് ധനുഷിൻ്റെ അളിയൻ കഴിഞ്ഞ ദിവസം ഓഫീസിൽ വെച്ച് എവിടെയോ വീണ് അയാളുടെ കാലിന് എന്തോ ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ടെന്നാണ്. അതുകൊണ്ട് അയാൾക്ക് ഈ വിവാഹത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നൊരു സൂചന അയാൾ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞിരുന്നു, ഈ വിവാഹം വേണമെങ്കിൽ നമുക്ക് മാറ്റിവെക്കാമെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് മരണത്തിനൊഴിച്ച് മറ്റൊരു പ്രശ്നത്തിനും വിവാഹത്തെ തടയാൻ കഴിയില്ല എന്നതാണ്. അപ്പോൾ അങ്ങനെ അയാൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ചിന്താഗതിയിൽ ആ ഒരു കാര്യങ്ങൾ ഉൾക്കൊള്ളണമെന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ സച്ചിയോടും അർച്ചനയോടും സേതുമാധവൻ പറഞ്ഞു, ഞാൻ എന്തായാലും ഒന്ന് ആലോചിക്കട്ടെ. അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, ഈ വിവാഹം മാറ്റിവെക്കുകയാണെങ്കിൽ സന്ദീപിനും ആതിരയ്ക്കും അവരുടെ കുഞ്ഞിനും സന്തോഷത്തോടെ ഈ വിവാഹത്തിൽ പങ്കുചേരാൻ കഴിയുമല്ലോ. അതുകൊണ്ടാച്ചാ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ സേതുമാധവൻ പറഞ്ഞു, എന്തായാലും ഞാൻ ദന്തനുമായിട്ട് ഒന്ന് ആലോചിക്കട്ടെ. പിന്നെ നിങ്ങൾ രണ്ടുപേരും തൽക്കാലം ഈ വീട്ടിലുള്ള മറ്റാരോടും ഇങ്ങനെ ഒരു തീരുമാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞു. അത് കേട്ടതും സച്ചി സേതുമാധവനോട് ചോദിച്ചു, അച്ഛാ ഇപ്പൊ ശരിക്കും ഞാനും അച്ചുവുമൊക്കെ ഈ വീട്ടിൽ ഒരു അധികപ്പറ്റായി മാറിക്കഴിഞ്ഞു അല്ലേ അച്ഛാ എന്ന് ചോദിച്ചപ്പോൾ സേതുമാധവൻ പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല മോനെ. ഞാൻ നിന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞെന്തെന്ന് വെച്ചാൽ നിങ്ങൾ തുടക്കം മുതൽ ഈ വിവാഹത്തിനോട് എതിർപ്പ് കാട്ടിയവരാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ വിവാഹം നടക്കാതിരിക്കാൻ നിങ്ങൾ പറയുന്ന കാരണമായിട്ടായിരിക്കും ചിലപ്പോൾ മറ്റുള്ളവർ കാണുക. അതുകൊണ്ട് മാത്രമാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മക്കളെല്ലാം എനിക്ക് ഒരുപോലെയാണ്. അതുകൊണ്ട് തന്നെ ഒരാളും വിഷമിക്കുന്നതോ സങ്കടപ്പെടുന്നതോ എനിക്ക് കാണാൻ കഴിയില്ല. എല്ലാവരും എന്നും സന്തോഷത്തോടെ ജീവിക്കണമെന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ആ ഒരു ആഗ്രഹമുള്ളത് കൊണ്ടാണ് നിങ്ങളെല്ലാവരും ഈ വിവാഹത്തോട് എതിർപ്പ് കാട്ടിയപ്പോൾ സ്നേഹ ഈ വിവാഹത്തിനായി ഒത്തിരി ആഗ്രഹിക്കണമെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ എൻ്റെ മോളുടെ ഇഷ്ടത്തിനൊപ്പം നിൽക്കാൻ തയ്യാറായത്. എന്തായാലും ഇതിനെക്കുറിച്ച് ഒരു സംസാരം അത് ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ വിവാഹം മാറ്റിവെക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് എല്ലാവർക്കും ഒന്ന് ബോധ്യപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യണമല്ലോ. തൽക്കാലം ഇനി വിവാഹം നടന്നാലും ശരി നടന്നില്ലെങ്കിലും ശരി ഇതിനെ ചൊല്ലി ഒരു സംസാരം നിങ്ങൾക്കിടയിൽ ഉണ്ടാവരുത്. പിന്നെ എൻ്റെ ആഗ്രഹം ഒരു സാധാരണ അച്ഛൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ എൻ്റെ മരുമക്കളും എന്നും എനിക്കൊപ്പം ഈ വീട്ടിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഉണ്ടാകണമെന്ന് തന്നെയാണ്. എൻ്റെ കണ്ണടയുന്നത് വരെയെങ്കിലും എല്ലാവരും ഒരുമിച്ച് പോകണം, അതുമാത്രമാണ് എൻ്റെ ആഗ്രഹമെന്ന് സേതുമാധവൻ ശശിയോട് പറയുമ്പോൾ അർച്ചനയും ശശിയും അതെല്ലാം കേട്ട് ആകെ വിഷമത്തോടെ അങ്ങ് നിന്നപ്പോൾ സേതുമാധവൻ പറഞ്ഞു, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അർച്ചനയും ശശിയും ഈ വിവാഹം ഒന്ന് മുന്നോട്ട് നീട്ടിവെക്കുന്നതിന് എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ അത് സേതുമാധവനിലൂടെ നടപ്പിലാക്കാമെന്നുള്ള അവരുടെ ആഗ്രഹം നടക്കാതെ പോയതിൻ്റെ ഒരു നിരാശ അർച്ചനയുടെയും ശശിയുടെയും മുഖത്തുണ്ടാകുന്നു. പിന്നീട് ധനുഷ് തൻ്റെ വിവാഹത്തെ കാര്യം തനിക്ക് വേണ്ടപ്പെട്ട ആളുകളെ വിളിച്ച് അറിയിച്ചു.
കൃത്യമായ ദിവസം തന്നെ നീ എത്തുമല്ലോ അല്ലേ? നേരിട്ട് വന്ന് ഞാൻ ക്ഷണിച്ചില്ല എന്നുള്ളൊരു പരാതിയൊന്നും നീ പറയില്ലല്ലോ എന്നൊക്കെ ധനുഷ് കൂട്ടുകാരനോട് ചോദിച്ച് ഫോൺ വെച്ചതും പെട്ടെന്ന് ധനുഷിന്റെ ഫോണിലേക്ക് മറ്റൊരു കോള് വന്നു. ധനുഷ് കോൾ അറ്റൻഡ് ചെയ്ത് അവന്തികയോട് ചോദിച്ചു, അല്ല എന്താ ഈ സമയത്തൊരു വിളി എന്ന് ചോദിച്ചപ്പോൾ അവന്തിക പറഞ്ഞു, അല്ല അതെന്താ എനിക്ക് ഈ സമയത്ത് നിന്നെ വിളിച്ചൂടെ? ഇനിയിപ്പോ കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ നിന്നെ ഇങ്ങനെ വിളിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ ഈ സമയത്ത്. അപ്പോ നിന്റെ അടുത്തുണ്ടാവുമല്ലോ അവള് നിന്റെ ഭാര്യ എന്ന് ചോദിച്ചപ്പോ ധനുഷ് പറഞ്ഞു, ദേ ഞാൻ നിന്നോട് മുൻപേ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ തമ്മിൽ സംസാരിക്കുന്നതിനിടയിൽ ആ അലവലാതി പെണ്ണിന്റെ കാര്യം എടുത്തിടരുത് എന്ന്. അത് കേട്ട ഉടനെ സ- അവന്തിക പറഞ്ഞു, ഓ ശരി, ഞാൻ ഇനി അതിനെക്കുറിച്ച് പറയുന്നില്ല. ഞാനിപ്പോ വിളിച്ച കാര്യം എന്താണെന്ന് നിന്നോട് പറയാം. അത് കേട്ടതും ധനുഷ് പറഞ്ഞു, ആ എന്നാ പറ, എന്തിനാ നീ ഇപ്പൊ വിളിച്ചത്? അപ്പോഴേക്കും അവന്തിക പറഞ്ഞു, വേറൊന്നുമല്ല, ഞാൻ നിന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം നടപ്പിലായി കഴിഞ്ഞു. ഇപ്പോ അനൂപിനെയും മീരയും ഹോസ്പിറ്റലാക്കി. ആതിരയും സന്ദീപും ഹോസ്പിറ്റലിൽ നിന്ന് അനങ്ങുന്നുമില്ല. അവർക്ക് 4 പേർക്കും അവിടെ നിന്ന് പോരാനാവില്ല. വൃന്ദാവനത്തിൽ നിന്ന് ഒരാൾ പോലും ഇനി നിങ്ങളുടെ വിവാഹത്തോട് എതിർപ്പ് കാട്ടുകയോ വിവാഹം നിർത്തണമെന്നൊരു ആവശ്യവുമായി മുന്നിട്ടിറങ്ങുകയുമില്ല. ഏകദേശം ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടപ്പിലായി കഴിഞ്ഞു. ഇനി നിന്റെ വിവാഹം നടക്കാൻ ഇനി എത്ര ദിവസമാ ബാക്കിയുള്ളത് എന്ന് ചോദിച്ചപ്പം ഇനി 6 ദിവസം എന്ന് ധനുഷ് മറുപടി നൽകി. അത് കേട്ട ഉടനെ അവന്തിക പറഞ്ഞു, അതെ, ഈ 6 ദിവസത്തിനുള്ളിൽ ഇനി നിന്റെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണം. അതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഇതിന് എതിർത്ത് നിൽക്കുന്ന, ഇനി ഇതിന് തടസ്സമായി നിൽക്കുന്ന ആളുകളെയാണ് ഇനി നമ്മൾ നോട്ടമിടുന്നത്. അപ്പോഴേക്കും ധനുഷ് പറഞ്ഞു, എങ്കിലും ഇതിലെ പ്രധാന കണ്ണി ഇപ്പോഴും അതുപോലെ തന്നെ ഒരു പ്രശ്നമില്ലാതെ നിൽപ്പുണ്ടല്ലോ, അർച്ചന. അവളെയാണ് ആദ്യം ഒതുക്കേണ്ടത്. ആ അർച്ചന ഉള്ളിടത്തോളം നമ്മുടെ ഈ പദ്ധതി ഒന്നും വർക്കൗട്ട് ആവുന്നതിന് യാതൊരു ലക്ഷണവും ഇല്ല എന്ന് അവന്തികയോട് ധനുഷ് പറയുമ്പോൾ അവന്തിക പറഞ്ഞു, അക്കാര്യം പറയാനാണ് ഞാനിപ്പോ നിന്നെ വിളിച്ചത്. അതെ, ഇപ്പോ നമ്മൾ ആഗ്രഹിച്ചതുപോലെ 2 കാര്യങ്ങളും നടപ്പിലായി. ഇനിയുള്ളത് അർച്ചനയുടെ കാര്യമാണ്. അവളെ എന്ത് ചെയ്താലും അവൾക്കൊരു കൂസലും ഇല്ലാത്ത രീതിയിൽ അവൾ നിൽക്കും. എന്നാൽ അവൾക്ക് പകരം ഇനി അവളെ വേദനിപ്പിക്കാനായി ഞാൻ തയ്യാറെടുത്തിരിക്കുന്നത് അവളുടെ കഴുത്തിൽ കിടക്കുന്ന ആ താലിയാണ് ഇനി ഞാൻ മുറിവേൽപ്പിക്കാൻ പോകുന്നത്. അവളുടെ കഴുത്തിലെ താലിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അവൾ ഈ രീതിയിൽ നമ്മുടെ പിന്നാലെ വരില്ല. അതുകൊണ്ട് തന്നെ അതിനു വേണ്ട നീക്കം ഞാൻ നടത്തി കഴിഞ്ഞു. നാളെ തന്നെ അറിയാം അവളുടെ കണ്ണിൽ നിന്ന് ചോര പൊടിയുന്നത്. ഞാൻ കാണിച്ചു തരാം. നാളെ തന്നെ അതിനുള്ള സമ്മാനം അവൾക്ക് കിട്ടും എന്ന് അവന്തിക പറഞ്ഞുകൊണ്ട് ഫോണിൽ സംസാരം അവസാനിപ്പിക്കുമ്പോൾ അപ്പുറത്ത് മാറി നിന്ന് അവന്തികയുടെയും ധനുഷിന്റെയും ഈ സംസാരം അനഘ കേൾക്കാനിടയാകുന്നു. സച്ചിക്ക് ആപത്തുണ്ടാകാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയതോടെ ഈ വിവരം എത്രയും വേഗം അർച്ചനയെടുത്ത് അറിയിക്കണമെന്ന ആഗ്രഹത്തോടെ വേഗം അനഘ സച്ചിയുടെയും അർച്ചനയുടെ അരികിലേക്ക് പുറപ്പെട്ടു. അപ്പോഴേക്കും പിന്നീട് കാണുന്നത് റൂമിലെത്തിയ അർച്ചന അനൂപേട്ടനും മീരടത്തിയും തന്നോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെ മനസ്സിലിട്ട് വീണ്ടും വീണ്ടും ആലോചിച്ചു. ഈ അപകടത്തിന് പിന്നിൽ അവന്തികേടത്തി തന്നെയാണ് എന്ന് ഉറപ്പിച്ചങ്ങനെ ഇരിക്കുമ്പോൾ സച്ചി റൂമിലേക്ക് എത്തി. എടോ, താനിപ്പോഴും അക്കാര്യം വിട്ടില്ലേ? തന്റെ മനസ്സിൽ നിന്ന് അക്കാര്യം പോയില്ലേ? താനെന്താ എപ്പോഴും ഇത് തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് സച്ചി ചോദിച്ചതും ഇനിയും താൻ ഇതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാടോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഇതൊരു വിധിയല്ലേ എന്ന് പറഞ്ഞപ്പോ ഉടനെ അർച്ചന പറഞ്ഞു, അതല്ല സച്ചിയേട്ടാ, വിധിയാണെന്ന് പറഞ്ഞതിനെ കളയാൻ പാടില്ല. എനിക്ക് എന്റെ മനസ്സിൽ ശരിക്കുള്ള സംശയം മറ്റൊന്നാണ് എന്ന് പറഞ്ഞതും സച്ചി ചോദിച്ചു, സംശയമോ? താൻ എന്താ ഈ പറയുന്നത്? അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, അതെ സച്ചിയേട്ടാ, ഇങ്ങനൊരു അപകടം ഉണ്ടാകാൻ കാരണം അതിന് പിന്നിൽ ഇതിനു മുമ്പും എന്റെ അനുപേരന് ഇതുപോലെ തന്നെ അപകടമുണ്ടായി. ഈ 2 അപകടങ്ങളും അത് ഒരു സ്വാഭാവികമായിട്ടുണ്ടായ ഒരു അപകടമല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിലെനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞത്. ഈ 2 അപകടങ്ങൾക്ക് പിന്നിലും ഒരു വ്യക്തി തന്നെയാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്റെ ഏട്ടനോട് പ്രത്യേകിച്ച് ശത്രുതയുള്ളവരാരും തന്നെ വേറെ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ശശി ചോദിച്ചു, എടോ, താൻ പറഞ്ഞു വരുന്നത് അവന്തികേട്ടത്തി എന്ന് ചോദിച്ചിട്ടും അർച്ചന പറഞ്ഞു, അതെ സച്ചിയേട്ടാ, അത് തന്നെയാണ്. ഇപ്പോ സച്ചിയേട്ടൻ പറഞ്ഞതുപോലെ ഞാൻ ധനുഷിന് കൊടുത്ത ആ 2 ദിവസം ആ അജയന്റെ മരണവുമായി ബന്ധപ്പെട്ട നമ്മുടെ അന്വേഷണവും അജയന്റെ ആ മരണത്തിന്റെ കേസുമൊക്കെ നമ്മൾ മറന്നു കളയണം. അതിന്റെ പിന്നാലെ നമ്മൾ പോകരുത്. അതിനുവേണ്ടിയാണ് അവൻ ഈ രീതിയിലെല്ലാം കാട്ടിക്കൂട്ടിയിരിക്കുന്നത്. അവനോട് പറഞ്ഞ ആ 2 ദിവസം കഴിയാറായി. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അവൻ നമ്മുടെ ശ്രദ്ധ വഴിതെറ്റിച്ച് വിടാൻ വേണ്ടിയാണ് അവൻ ശ്രമിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾക്ക് പിന്നാലെ ഇതിനേക്കാൾ വലിയ അപകടങ്ങൾ നമ്മളെ തേടി എത്താൻ പോകുന്നു എന്നാണ് സച്ചേട്ടാ എന്റെ മനസ്സ് പറയുന്നത്. എനിക്ക് വല്ലാത്ത ഭയം തോന്നുകയാണ്.
അവർ എന്തും ചെയ്യാൻ മടി കാട്ടാത്തവരാണ്. അതുകൊണ്ട് തന്നെ അവർ ചെയ്തു കൂട്ടുന്ന ഈ ക്രൂരതകൾ നമ്മളെ എല്ലാവരെയും ശരിക്കും തളർത്തി കളയുന്നതിന് വേണ്ടി തന്നെയാണ് എന്ന് എനിക്ക് ഉറപ്പാണെന്ന് അർച്ചന പറഞ്ഞു. ഇപ്പോ അനൂപേട്ടന് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായ സ്ഥിതിക്ക് ഹോസ്പിറ്റലിൽ വെച്ച് ആതിരയ്ക്കുണ്ടാകുന്ന ഈ ബ്ലീഡിങ്ങും അതിന് പിന്നിൽ എന്തോ കാരണമുണ്ട്. ആതിരയ്ക്ക് രണ്ടാമതും ബ്ലീഡിങ് സംഭവിച്ചതിന്റെ പിന്നിലും എന്തോ ഒരു നീക്കം നടന്നിട്ടുണ്ടെന്ന് എനിക്ക് സംശയം തോന്നുന്നുണ്ട് സച്ചിയേട്ടാ എന്ന് അർച്ചന പറഞ്ഞു. എല്ലാം കേട്ടതോടെ സച്ചി ആകെ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ അന്തിച്ചങ്ങനെ നിൽക്കുമ്പോൾ അർച്ചന പറഞ്ഞു, ഇനിയും ഇതിനെ തുടർന്ന് നമ്മളെ അപായപ്പെടുത്താനായും നമ്മുടെ ഈ നീക്കങ്ങളും നമ്മുടെ ചിന്താഗതികളും ഒക്കെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി അവർക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഉണ്ടാക്കാൻ അവർ ഇതുപോലെയുള്ള ഇനിയും പല നീക്കങ്ങളും നടത്തുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. അതുകൊണ്ട് നമ്മളോടൊപ്പമുള്ള എല്ലാവരും വളരെയേറെ സൂക്ഷിക്കണം. സച്ചിയേട്ടനും ഞാനുമൊക്കെ ഇനി വളരെയേറെ സൂക്ഷിക്കേണ്ട സമയമാണ് എന്ന് അർച്ചന സച്ചിയെ ഓർമ്മപ്പെടുത്തി. അർച്ചന പറഞ്ഞതിലും കാര്യമുണ്ട് എന്ന് സച്ചിക്കും ആലോചിച്ചപ്പോൾ മനസ്സിലാവുന്നു. പിന്നീട് രാവിലെ സേതുമാധവൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ധനുഷും സ്നേഹയും കൂടിയെത്തി. ഇരുവരും സേതുമാധവന്റെ അരികിലേക്ക് വന്ന് നിൽക്കുന്നത് കണ്ട് സേതുമാധവൻ ചോദിച്ചു, എന്താ നിങ്ങൾക്കെന്തോ എന്നോട് പറയാനുണ്ടല്ലോ, എന്തു പറ്റി രണ്ടുപേരും കൂടെ വന്നത് എന്ന് ചോദിച്ചപ്പോ സ്നേഹ പറഞ്ഞു, അതെ അച്ഛാ, എനിക്ക് അച്ഛനോട് ഒരു കാര്യം പറയാനുണ്ട്. ഇത് കേട്ടപ്പോ എനിക്കും തോന്നി അത് ശരിയായിട്ടുള്ള കാര്യമാണെന്ന്. അത് കേട്ട ഉടനെ സേതുമാധവൻ ചോദിച്ചു, എന്താ കാര്യം? അപ്പോഴേക്കും അവിടേക്ക് അവന്തിക എത്തുകയും അർച്ചന സേതുമാധവനുള്ള ചായയുമായി എത്തി. ആ സമയത്ത് സ്നേഹ പറഞ്ഞു, അത് ധനുഷനോട് പറഞ്ഞത് എന്റെയും ധനുഷിന്റെയും വിവാഹം ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞ് അല്ലെങ്കിൽ കുറച്ചുകൂടെ ദിവസങ്ങൾക്ക് മുന്നോട്ട് മാറ്റിവെച്ചാലോ എന്നാണ് ഇപ്പോൾ ധനുഷ് പറഞ്ഞത്. അത് കേട്ടതോടെ സേതുമാധവൻ ചോദിച്ചു, അല്ല ഇപ്പൊ എന്താ ഇങ്ങനെ ഒരു തീരുമാനം എന്ന് ചോദിച്ചപ്പോ ധനുഷ് പറഞ്ഞു, ഇങ്ങനെ ഒരു തീരുമാനം പറഞ്ഞത് ഞാനാണ് അങ്കിൾ, വേറൊന്നും കൊണ്ടല്ല സർ. ഇപ്പോ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഇവിടുത്തെ വളരെ വേണ്ടപ്പെട്ട ആള് തന്നെയല്ലേ അനൂപേട്ടൻ, അർച്ചന മേഡത്തിന്റെ ഏട്ടൻ. ആ കുടുംബത്തിന് ഇപ്പൊ ഇങ്ങനൊരു അവസ്ഥ വരുമ്പോ ഈ വിവാഹത്തിൽ ആ കുടുംബത്തിൽ നിന്ന് ആർക്കും തന്നെ പങ്കെടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ അവരാരും പങ്കെടുക്കാത്ത ഈ വിവാഹത്തിനോട് എനിക്ക് താല്പര്യവുമില്ല. അതുകൊണ്ട് തൽക്കാലം ഈ വിവാഹം കുറച്ച് ദിവസത്തേക്ക് കൂടി മാറ്റിവെച്ചാലോ? അർച്ചന മേഡം ഈ വീട്ടിലെ അങ്ങനെ ഒഴിച്ചു മാറ്റാനാകാത്ത ഒരംഗം തന്നെയല്ലേ. അതുപോലെ തന്നെയാണല്ലോ അർച്ചന മേഡത്തിന്റെ വീട്ടുകാരും. ആ നിലയ്ക്ക് അവരെല്ലാവരും ഇങ്ങനെ മാറി നിൽക്കുന്ന നേരത്ത് ഇതുപോലൊരു വിവാഹവും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മംഗളകർമ്മം ഈ വീട്ടിൽ നടത്തണോ എന്നാണ് ഞാൻ ആലോചിച്ചത്. അതുകൊണ്ട് ഞാൻ സ്നേഹയോട് ഈ വിവാഹത്തോട് എതിർപ്പ് പറഞ്ഞത് എന്ന് ധനുഷ് പറഞ്ഞത് കേട്ട് ഞെട്ടലോടെ ധനുഷിന്റെ വാക്കുകൾ വിശ്വസിക്കാനാകാതെ അന്തിച്ചു നിൽക്കുന്നു അർച്ചനയും ഒപ്പം സച്ചിയും അവിടേക്കെത്തി. സച്ചിയുടെയും അർച്ചനയുടെയും ഒപ്പം അവിടേക്ക് വന്ന അനഘയുടെയും ഒക്കെ മുന്നിൽ വെച്ച് ധനുഷ് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞത് കേട്ട് അതിന് ഒരു ഉറച്ച തീരുമാനം എടുക്കാനാകാതെ ആകെ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് സേതുമാധവൻ.